ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് പോകും. തവണ മാത്രമാണ് ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചത്, വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അതിന്റെ പരാജയം നാദാപുരത്ത് കാണാനുണ്ട്, അതുപോലെ കൊയിലാണ്ടിയിൽ കാണാനുണ്ട്. വികസനമില്ല. അവിടെ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യുവാവായ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമാൻ അഭിജിത്തിനെ മത്സരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. അഭിജിത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോമിസിംഗ് ആയ ചെറുപ്പക്കാരനാണ്. ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ മുതൽക്കൂട്ടാണ്. രണ്ടുപേരും വിജയശ്രീലാളിതരത്ത് വരണം എന്നാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ അവരെ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. നിങ്ങളുടെ കൂടെ പരിപൂർണമായ പിന്തുണ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 4 നൂറ്റാണ്ടായിട്ട് കോൺഗ്രസിന് MLA-മാരില്ല. അപ്പം MLA-മാരുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടല്ലേ ഇവിടെ കോൺഗ്രസിന് ഒരു MLA ഇല്ല. ഇത്തവണ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിച്ച് അതുകൊണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു വലിയ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താനും വിജയത്തിനോളം എത്തുന്ന രൂപത്തിൽ കോർപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിച്ചു. ചുണ്ടലും കപ്പിനിടയിലാണ് കോർപ്പറേഷൻ നമുക്ക് നഷ്ടപ്പെട്ടത്. അത് ഒരു ശുഭസൂചകമായി ഞാൻ നോക്കിക്കാണുകയാണ്. അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. നാദാപുരത്തും ഈ മാറ്റം വളരെ പ്രകടമാണ്. എല്ലാ സ്ഥലങ്ങളിലും ആ പ്രകടനം അത്തരമൊരു വിജയം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ ഒരു ആവർത്തനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നാണ് എന്റെ പ്രത്യാശ. ഈ തയ്യാറെടുപ്പുകളൊക്കെ നേരത്തെ ആരംഭിച്ചതാണ്, മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങളായി ആരംഭിച്ചതാണ്. പക്ഷേ അവസാന നിമിഷത്തിലെ ഈ വെള്ളിപ്പാണെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നോമിനേഷന്റെ സമയത്തേക്ക് അടുക്കുകയാണ്. ഇപ്പോഴും പട്ടിക പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. അത് കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ, നിങ്ങൾ പലവട്ടം ചോദിച്ചാൽ ഇന്ന് കാലത്തും പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത് ഞാൻ കണ്ടു, മറ്റു നേതാക്കന്മാരോടൊക്കെ ചോദിക്കുന്നത്, അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് വരും എന്നൊരു ധാരണ ഉണ്ടായിട്ടില്ല എന്ന സത്യം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ മറച്ചു വെച്ചിരുന്ന കാര്യം. അതുകൊണ്ട് അതിനർത്ഥം തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നല്ല. എല്ലാ തയ്യാറെടുപ്പും നടത്തി തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അല്പം താമസിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ദയവേത് കൊടുക്കരുത്. അതേക്കുറിച്ച് ഞാനിപ്പോൾ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും അവർക്ക് എന്തെങ്കിലും ആ തരം അഭിപ്രായമുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അത് സുധാകരനാകട്ടെ, ഞാനാകട്ടെ, പ്രവീണാകട്ടെ, അതല്ലെങ്കിൽ അഭിജിത്താകട്ടെ, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരാകട്ടെ, ഒരു പബ്ലിക്കായിട്ട് തന്റെ അഭിപ്രായം വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. പറയേണ്ട വേദിയിൽ വെച്ച് പറയണം. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഏത് നേതാവിന്റെ മുമ്പിൽ വെച്ചും ഞാൻ അഭിപ്രായം പറയും. പക്ഷെ പാർട്ടിയുടെ ഉള്ളിലേ പറയുള്ളൂ. എന്റെ അഭിപ്രായങ്ങളും കൃത്യമായിട്ട് പറയാറുണ്ട്, മുഖത്ത് നോക്കിയിട്ട്, മുഖാമുഖം. അത് പറയുന്ന പാരമ്പര്യമാണ് എനിക്കുള്ളത്. അല്ലാതെ മീഡിയ കാണുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് സംസാരിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. പിന്നെ വല്ലതും ചോദിക്കാണ്ടോ? സമുദായ സമവാക്യം അത് ഈ ലിസ്റ്റിനെ പറ്റി വലിയൊരു ആക്ഷേപമായ ആദ്യം, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഇപ്പോൾ ശിവഗിരി മഠം പോലും നേരിട്ട് വന്ന് പറയുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാദാപുരം കൊയിലാണ്ടി സ്ഥാനാർത്ഥികൾ കാണാനെത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. പ്രതീക്ഷിച്ചിരുന്ന മറുപടി ഈ കെ സുധാകരൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം എന്ത് പറയുന്നു എന്നതായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനില്ല എന്നതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അത് പറയേണ്ടുന്ന വേദിയിലാണ് താൻ പറഞ്ഞിട്ടുള്ളത്, അവിടെ പറയും എന്നതാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നും ദിവസം കുറവായിരിക്കുമെന്നും ഒന്നും പ്രതീക്ഷിച്ചതല്ല. വേണ്ടത്ര ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിലെ സ്വാഭാവികമായ താമസം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.